കേരളത്തിൽ ആദ്യമായി സുരേഷ് ഗോപി വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് ബി.ജെ.പി. പ്രവർത്തകർ. എന്നാൽ സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ സമീപനം ആർക്കും പിടിക്കുന്നില്ല എന്ന് വ്യക്തമാണ്. പാർട്ടിക്കകത്തും അദ്ദേഹത്തെക്കുറിച്ച് പരാമർശങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും അദ്ദേഹം ഉന്നയിച്ച ഒരു ആരോപണത്തെ തുടർന്ന് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഇത് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും അദ്ദേഹത്തെ പരിഹസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. തൃശൂരിൽ നല്ല ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത്. ജയിച്ചിട്ടും പരാജയപ്പെട്ടവനായി ജീവിക്കേണ്ട ഗതികേടാണ് സുരേഷ് ഗോപിക്കെന്നാണ് M.V. ഗോവിന്ദൻ പറഞ്ഞത്. മെച്ചപ്പെട്ട കസേരകൾ തിരഞ്ഞു നടക്കുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കോൺഗ്രസ് വോട്ടുകളുടെ സഹായത്തോടെയാണ് തൃശൂരിൽ B.J.P. വിജയിച്ചത്. മന്ത്രിസഭാ രൂപീകരണത്തിൽ വേണ്ടത്ര പരിഗണന നരേന്ദ്രമോദി സുരേഷ് ഗോപിക്ക് നൽകിയതുമില്ല. 5-10 മന്ത്രിമാരെയും IAS ഉദ്യോഗസ്ഥരെയും ചൊൽപ്പടിക്ക് നിർത്തുന്ന പദവിയിലെത്തുമെന്നും വീമ്പിളക്കിയ സുരേഷ് ഗോപിക്ക് ലഭിച്ചത് സഹമന്ത്രി സ്ഥാനം മാത്രമാണ്. തനിക്ക് ക്യാബിനറ്റ് പദവി ലഭിച്ചില്ലെന്നു മാത്രമല്ല, ജോർജ് കുര്യനെയും തനിക്ക് സമം കണ്ട് സഹമന്ത്രി സ്ഥാനം നൽകിയെന്നും പ്രത്യേക പരിഗണന ലഭിക്കാതെയായി. തിരുവനന്തപുരത്ത് പരാജയപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ പിന്നീട് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് സമൂഹമാധ്യമത്തിൽ കുറിക്കുകയുണ്ടായി. തൃശൂരിൽ കനത്ത പരാജയം നേരിട്ട കോൺഗ്രസിലാകട്ടെ കൂട്ടത്തല്ലും. തൃശൂർ DCCയിലെ കൂട്ടത്തല്ലും DCC സെക്രട്ടറി സജീവൻ കുറിയച്ചിറയ്ക്ക് പരിക്കും പറ്റിയിരുന്നു. B.J.P. വോട്ട് നൽകി സഹായിച്ചിട്ട് അവസാനം കൂട്ടത്തല്ലായി. നേതാവാണെങ്കിൽ തിരിച്ച് വന്നിടത്തേക്കും പോയി. ഇപ്പോൾ ഇതാ നേതാവിനായുള്ള പോസ്റ്ററുകളും ഫ്ലെക്സുകളുമാണ് നിരത്തിലുള്ളത്. സംസ്ഥാനത്തെ പല ജില്ലകളിലായി പോസ്റ്ററുകൾ ഉയരുകയാണ്. ഇതിപ്പോൾ കളിയാക്കുന്നതാണോ അതോ പ്രശംസിക്കുന്നതാണോ എന്നോ മനസ്സിലാകാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്.